സംഘം ഈ യോഗത്തിൽ വളരെ പ്രാർത്ഥനയോടും താല്പര്യത്തോടും കൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. 121 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഐ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ മൗണ്ടൻസ്, വേർ ഡസ് മൈ ഹെൽപ്പ് കംസ് ഫ്രം. മിഡിൽ ഈസ്റ്റിൽ കഴുതയെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി കഴുതകളെ വാടകയ്ക്ക് വാങ്ങിക്കാം. അപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു മുല്ലയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുതയെ വാടകയ്ക്ക് ചോദിച്ചു. മുല്ല പറഞ്ഞു, വന്ന ആളിനോട് അത്ര താല്പര്യവും ഇല്ലായിരുന്നായിരിക്കാം. മുല്ല പറഞ്ഞു, കഴുത ഇവിടെ ഇല്ല, കഴുതയെ മറ്റൊരാൾ വാടകയ്ക്ക് കൊണ്ടുപോയിരിക്കുക. അപ്പോൾ എവിടെയോ ഒരു കഴുത കരയുന്ന ശബ്ദം അയാൾ കേട്ടു. അപ്പോൾ പറഞ്ഞു, കഴുത ഇവിടെ ഉണ്ടല്ലോ, കഴുത കരയുന്ന ശബ്ദം കേൾക്കാമല്ലോ. അപ്പോൾ മുല്ല അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്നെയാണോ വിശ്വാസം, അതോ ആ കഴുതയെയാണോ നിനക്ക് വിശ്വാസം? ഐ ഹാവ് നോ ഹോപ്പ് ബട്ട് ഐ കെയർ. കഴിഞ്ഞിടെ വായിച്ച ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഐ ഹാവ് നോ ഹോപ്പ് ബട്ട് ഐ കെയർ. ലോക സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന കാര്യമാണ്. ലോകത്ത് അനുദിനം പലവിധമായ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വാസം കണ്ടെത്തിയ ചില നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രയാസങ്ങൾ തീർന്നിട്ടില്ല. അതിനോട് ചേർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പല ലോകരാജ്യങ്ങളിലും അസ്വസ്ഥതകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിക്കടി സാധനങ്ങളുടെ വിലക്കയറ്റം, സാമ്പത്തിക രംഗത്ത് പ്രതിഫലിക്കുന്നതായ ചില മാറ്റങ്ങൾ. അപ്പോൾ ലോകത്തിൻ്റെ ചില സാഹചര്യങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരല്പം കെയർ ഉണ്ടെങ്കിലേ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വേദപുസ്തകത്തിനും ദൈവവചനത്തിനും ദൈവവചന കേൾവിക്കും പ്രസക്തി ഉണ്ടാകുന്നത്. എവിടെ നിന്ന് നമ്മുടെ സഹായം വരും? എവിടെ നിന്ന് നമുക്ക് പ്രത്യാശ കണ്ടെത്തുവാനായിട്ട് സാധിക്കും? മുല്ല ചോദിച്ചതുപോലെ ചില കഴുതകൾ കരയുമ്പോൾ അത് കേൾക്കുന്നതിലാണോ നിന്റെ വിശ്വാസം, അതോ ദൈവത്തിലാണോ, ദൈവവചനത്തിലാണോ നമ്മുടെ വിശ്വാസം? എവിടെയാണ് പ്രതീക്ഷ കണ്ടെത്തുവാനായി നമ്മൾ ശ്രമിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അപ്പോൾ വേദപുസ്തകം നമ്മളോട് പറയുന്നു, ലോകത്തിൻ്റെ ഒരു വസ്തുതയ്ക്കും മനുഷ്യ ജീവിതത്തെ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം, ലോകത്തിൽ മഹാരഥന്മാരായ ഒത്തിരി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന് നേതൃത്വം നൽകിയ ഒത്തിരി നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ചില വർഷങ്ങളോളം, ചില നൂറ്റാണ്ടുകളോളം ലോകത്തെ വളരെയധികം ത്രസിപ്പിച്ചിട്ടുള്ള ഫിലോസഫീസ്, തത്വചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രം വളർന്നു, ചില ഭാഗങ്ങളിൽ മാത്രം ആപ്ലിക്കബിളായി തീർന്നു. ഒരു യൂണിവേഴ്സൽ മാനം അതിനൊന്നും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. സാർവത്രികമായി മനുഷ്യനെ ഒരു നന്മയിലേക്ക്, ലോകത്തെ ശോഭനമായൊരു ഭാവിയിലേക്ക് നയിക്കുവാനായിട്ട് അതിനൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ കറുത്ത പുസ്തകം പ്രസക്തമായി തീരുന്നത്, റെലവൻ്റായി തീരുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? വേദപുസ്തകം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ബൈബിൾ ബിഗിൻസ് വിത്ത് നത്തിങ്നെസ്. ഒന്നുമില്ലായ്മയിലാണ് വേദപുസ്തകം തുടങ്ങുന്നത്. ആ ഒന്നുമില്ലായ്മയിൽ എന്ത് സംഭവിച്ചു? ദൈവം, ഗോഡ് ക്രിയേറ്റഡ് ദിസ് ഓർഡർ. ദൈവം എന്ത് ചെയ്തു? ഈ കാണുന്ന ക്രമത്തെ ദൈവം സൃഷ്ടിച്ചു. ഒരു ഹോപ്പുമില്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ വലിയൊരു പ്രതീക്ഷകളുടെ അനന്തതയിലേക്ക് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു.
അവിടെയാണ് വേദപുസ്തകത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രസക്തി നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ നമ്മൾ നോക്കുക, ഈ വേദപുസ്തക കഥാപാത്രങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുക. അബ്രഹാമിനെ തന്നെ എടുക്കുക. അബ്രഹാം തൻ്റെ മകനെയും കൊണ്ട് യാഗം കഴിക്കുവാൻ പോകുമ്പോൾ മകനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ യാഗത്തിന് പോവുകയാണ്, എല്ലാം ഉണ്ടല്ലോ, പക്ഷെങ്കിൽ എവിടെയാണ് ഈ യാഗത്തിനുള്ള ആട്? ഒരൊറ്റ വാചകമേ അബ്രഹാം പറഞ്ഞുള്ളൂ, ഗോഡ് വിൽ പ്രൊവൈഡ്. എൻ്റെ സഹായം അവിടെ നിന്നും വരുന്നു, എൻ്റെ ഹോപ്പ് അവനിലാണ്. ഹി വിൽ പ്രൊവൈഡ്. മരണകരമായ സാഹചര്യങ്ങളിൽ, അല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ചിന്ത അതാണ്. മരണകരമായ സാഹചര്യത്തിൽ നിന്നും ജീവനെ ഉണ്ടാക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. യേശു കർത്താവിൻ്റെ, അല്ലേ, അതൊരു എക്സോഡസ് ആണ്, ന്യൂ എക്സോഡസ് ആയിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ക്രൂശിൽ മരണത്തിൽ നിന്നും പുതിയ ജീവൻ, അല്ലേ, ക്രൂശിൽ മരണം സംഭവിച്ചു, ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഇനിയും ഒരു ഭാവിയുമില്ല. പക്ഷെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? അവിടെ നിന്നാണ് ജീവനുണ്ടാകുന്നത്, ജീവിതമുണ്ടാകുന്നത്, ലോകത്തിൻ്റെ ഭാവി ഉണ്ടാകുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കും തോന്നിപ്പോകാം, ദർ ഈസ് നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയുമില്ലല്ലോ. എന്നാൽ വേദപുസ്തകം നമുക്ക് നൽകുന്നു, എൻ്റെ സഹായം അവങ്കിൽ നിന്ന് വരുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് എൻ്റെ സഹായം വരുന്നു. ഹോപ്പ് കംസ് ടു അസ് ഫ്രം ഗോഡ്. ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ ഈ ഒരു പ്രതീക്ഷ, ഈ ഒരു സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ആർട്ടിക്കിൾ ആരംഭിച്ചത് എങ്ങനെയാണ്? ഐ ഹാവ് നോ ഹോപ്പ്. എന്നാൽ അത് അവസാനിക്കുമ്പോൾ അവിടെ ഒരു വാചകത്തോടു കൂടെ അവസാനിപ്പിക്കുകയാണ്, ഐ ഹാവ് ഹോപ്പ് ബിക്കോസ് ഗോഡ് കെയർസ്. ഐ ഹാവ് ഹോപ്പ് ബിക്കോസ് ഗോഡ് കെയർസ്. ദൈവം കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന, പരിപാലിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാം പറഞ്ഞതുപോലെ ഗോഡ് വിൽ പ്രൊവൈഡ്. അതാണ് ഈ വചനം നമുക്ക് പങ്കുവെക്കുന്നത്. അതിനുവേണ്ടിയാണ് വചന കേൾവിക്കായി നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ദൈവത്തിൻ്റെ കരുതലിൽ, ദൈവിക സംരക്ഷണയിൽ, പരിപാലനയിൽ നമുക്ക് ഉറയ്ക്കുവാൻ, ആ വിശ്വാസത്തിൽ, ആ പ്രത്യാശയിൽ ബലപ്പെടുവാൻ നമ്മുടെ വചന കേൾവി നമുക്ക് ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ചെറിയാൻ സാറിൻ്റെ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകം ആയിരങ്ങളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് തൻ്റെ വാക്കുകളിൽ കൂടെ, ശുശ്രൂഷയിൽ കൂടെ നയിക്കുവാൻ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരിക്കൽ കൂടെയുള്ള സന്തോഷം അറിയിക്കുന്നു. സാറിൻ്റെ വൈഫ് സുമയാൻ്റിയും ഇന്ന് ഈ മീറ്റിങ്ങിൽ നമ്മളോട് ഒപ്പം സംബന്ധിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ഒരു സ്റ്റാൻസ പാടും. അതിനുശേഷം പ്രിയപ്പെട്ട ജോർജ് ചെറിയാൻ സാറ് ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കും. ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനിയ വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയ വലിയൊരു വിളവേകിടാം.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഈ ഇടവകയുടെ വിശ്വാസ സമൂഹം, ഇടവക മിഷൻ അംഗങ്ങൾ, ചുമതലക്കാർ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വർഷത്തെ ഇടവക മിഷൻ്റെ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുവാൻ അവസരമൊരുക്കി തന്ന ഇടവക മിഷൻ, വിശേഷാൽ ഇടവകയുടെ വികാരി സാം കെ ഈശോ അച്ഛനോടും ജീവൻ ജോൺ അച്ഛനോടും ഇടവക മിഷൻ്റെ സെക്രട്ടറിയോടും എഴുക്കൽ സാറിനോടും പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദീർഘവർഷങ്ങളായി സ്നേഹബന്ധം പുലർത്തുന്ന സീനിയർ അച്ഛനാണ് ഉമ്മൻ സാമുവൽ അച്ഛൻ. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്തു. നമ്മുടെ സഹോദരി സഭയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ബെന്നി തോമസ് അച്ഛൻ്റെ സാന്നിധ്യത്തിനായും കർത്താവിനെ സ്തുതിക്കും. ഒരു പ്രാവശ്യം കൂടെ വികാരി അച്ഛനോടും അസിസ്റ്റൻ്റ് വികാരി അച്ഛനോടും ഇടവക മിഷൻ സെക്രട്ടറിയോടും ചുമതലക്കാരോടും സ്നേഹിതരോടും ക്രിസ്തുയേശുവിനുള്ള നന്ദി, കടപ്പാട് എനിക്കും പ്രിയപ്പെട്ടവൾക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാനിടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എഴുക്കൽ സാറ് സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യം ഈ ഇടവകയിൽ ശുശ്രൂഷിപ്പാൻ വന്നിട്ടുണ്ട്. അനേകരെ മുഖ പരിചയമുണ്ട്, അടുത്ത സ്നേഹിതരുണ്ട്. എങ്കിലും കാലം നമ്മുടെ എല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി. എന്നിലും നിങ്ങളിലും എല്ലാം. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന കാര്യമാണ്. എങ്കിലും കർത്താവ് നമ്മെ നിലനിർത്തി പ്രത്യാശയില്ലാത്ത ലോകത്തിൽ നമ്മെ നിലനിർത്തുന്ന ദൈവകൃപയ്ക്ക് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആശയ്ക്ക് വകയുള്ളതുകൊണ്ട്, കരുതുന്നൊരു കർത്താവുള്ളതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ നന്ദി ഇടവകയോട് അറിയിക്കണം. ദൈവവചന ശുശ്രൂഷ അനേക നാളുകളായി ചെയ്യുന്നുണ്ട്. എങ്കിലും ഓരോ പ്രാവശ്യവും ദൈവവചന ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. കാരണം പറഞ്ഞിട്ട് പോകുന്നതിലല്ലല്ലോ പ്രയോജനകരമായി തീരണം. എന്തു പറയണം, എങ്ങനെ പറയണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എപ്പോഴും ഭരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് കടന്നു വന്നത് 4 ദിവസത്തെ ശുശ്രൂഷ. ദൈവത്തിൻ്റെ മഹത്വത്തിനും ഇടവകയുടെ അനുഗ്രഹത്തിനും ഓരോ കുടുംബങ്ങളുടെയും ആശ്വാസത്തിനും ബലത്തിനുമായി തീരട്ടെ എന്ന് മനഃപൂർവ്വം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഏറെ പരിചിതമായ വാക്കുകളാണ് വായിച്ചത്. അപ്പസ്തലനായ വിശുദ്ധ പൗലോസ്, ഒരു വിധത്തിൽ നല്ല മാതൃകാ പുരുഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണങ്ങൾ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിവിങ് എ ക്രിസ്ത്യൻ ലൈഫ്, അത് ഏറെ ഫലവത്തായി തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലെ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ തൻ്റെ ജീവിതത്തിൽ പ്രമാണമായി സ്വീകരിച്ച തൻ്റെ ജീവിതത്തിൻ്റെ
ചില ഡിസിപ്ലിൻസാണ്, ഡിസിപ്ലിൻസ് ഇൻ ലൈഫ്. അത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ വീണു പോകാതെ നിൽക്കുവാനുള്ള പ്രമാണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സീക്രട്ട് ഓഫ് സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. ഫിലിപ്പ് ലേഖനം സന്തോഷത്തിൻ്റെ ലേഖനമാണെന്ന് എല്ലാവർക്കും അറിയാം. 16 പ്രാവശ്യത്തോളം ഏകദേശം സന്തോഷമെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് ഇവിടെ നാം കാണുന്നത് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് താൻ എടുത്ത തീരുമാനം, തന്നിലുള്ള വിശ്വാസമല്ല. 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കെല്ലാം പരിചിതമായൊരു വാക്യമുണ്ട്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സോ ഹിസ് കോൺഫിഡൻസ് ഈസ് നോട്ട് ഇൻ ഹിംസെൽഫ് ബട്ട് ഇൻ ഗോഡ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണം നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറെ നല്ലതാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിലും തെറ്റില്ല. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പസ്തലൻ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഏകനാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകളെ ഭരിച്ചൊരു ചിന്തയാണെന്നാണ് എൻ്റെ വിചാരം. ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരുണ്ട്, പക്ഷേ വിരുദ് പ്രാപിക്കുന്നത് ആരാണ്? അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ ജീവിത പ്രമാണം നമുക്ക് കാഴ്ചവെക്കുന്നു. 5 കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഉതകുന്നതായി ഞാൻ കാണും. 5 പ്രിൻസിപ്പിൾസ് ടു ഫോളോ. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരം ആകുന്നു. 12-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നു: ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല. അതുമാത്രമല്ല, പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ചേർത്തൊരു കാര്യം കൂടെ 13-ാമത്തെ വാക്യത്തിൽ: പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് അറ്റൈൻഡ്. ഞാൻ എല്ലാം പ്രാപിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തികഞ്ഞവനായി എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു താഴ്മയുടെ ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ ഓഫ് ഹ്യൂമിലിറ്റിയാണ്. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിനാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ജനറൽസിനും ഒക്കെ ഈ അവരുടെ കൂട്ടയിലൊക്കെ മെഡൽസ് പിൻ ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. അവർ നേടുന്ന ഓരോ നേട്ടങ്ങളുടെ വെളിച്ചത്തിലാണ് മെഡൽ പിൻ ചെയ്ത്. ചിലരുടെയൊക്കെ വേഷത്തിലോട്ട് നോക്കിയാൽ ധാരാളം മെഡൽസ് ഹാങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ആധ്യാത്മിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും ജീവിത വിജയങ്ങളുടെ മെഡൽസൊക്കെ ഒന്ന് പിൻ ചെയ്യാൻ ഒക്കുമെങ്കിൽ അപ്പസ്തലനായ പൗലോസിനാണ്. സ്പിരിച്വൽ നോളജ്, ആത്മീക അറിവ്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ന്യായപ്രമാണം പഠിച്ച് ന്യായപ്രമാണത്തെക്കുറിച്ച് ദൈവികമായ ഒരു വെളിച്ചം ലഭിച്ച് വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി തന്നൊരു ഭക്തൻ. അപ്പോൾ അത്രയും അദ്ദേഹത്തിന് ആ വിഷയത്തിൽ എത്രമാത്രം ഒരു ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും, ഒരു പൂർത്തീകരണത്തെക്കുറിച്ച് പറയാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ ആത്മീക ശുശ്രൂഷ, മിനിസ്ട്രി അക്കംപ്ലിഷ്മെൻറ്റ് ചെറുതല്ല. എത്രയോ സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ അതും അദ്ദേഹത്തിന് പറയാൻ, തൻ്റെ യോഗ്യതയായി പറയാനായി കഴിയും. ഏറ്റവും ഉപരിയായി ക്രിസ്തുയേശുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു മനുഷ്യൻ, സഫറിങ് ഫോർ ക്രൈസ്റ്റ്, അത് അനുഭവിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ധാരാളം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളായി പറയാൻ കഴിയും. എങ്കിലും ഇത്രയും വർഷക്കാലത്തെ ആത്മീക ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും ശേഷം അദ്ദേഹത്തിൻ്റെ മനോഭാവം ഇപ്രകാരമാണ്: ഞാൻ തികഞ്ഞവനായി എന്ന് ചിന്തിക്കുന്നില്ല. ആത്മീക ജീവിതം ജയകരമായി മുമ്പോട്ട് പോകണമെങ്കിൽ, വീണു പോകാതെ, ഫോൾട്ടർ ചെയ്യാതെ നാം മുന്നോട്ട് പോകണമെങ്കിൽ
ഇങ്ങനെയൊരു താഴ്മയുടെ മനോഭാവം, എത്തിച്ചേർന്നു എന്ന്, തികഞ്ഞവനായി എന്ന്, ലഭിച്ചു കഴിഞ്ഞു എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വീഴ്ചയ്ക്ക് ഒരു തുടക്കമാണെന്നുള്ളത് എപ്പോഴും ഓർത്തുകൊള്ളണം. 50 വർഷക്കാലമായി ഈ ഇടവക ഇവിടെ നിലകൊള്ളുന്നു. മെനി തിങ്സ് ടു ബി പ്രൗഡ് ഓഫ്. എന്നാൽ എപ്പോഴും ഓർക്കണേ, മുന്നോട്ടുള്ള ഗമനത്തിൽ ഈ ചിന്ത നമ്മെ ഭരിക്കണം. പലതും നമുക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം ഞാനൊരു വാചകം ഉപയോഗിക്കട്ടെ, ഹെവൻസ് ബെഞ്ച് മാർക്ക്, സ്വർഗത്തിൻ്റെ അളവുകോലോട് വെച്ച് നമ്മുടെ ജീവിതത്തെ അളക്കുമ്പോൾ അപ്പസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ എത്ര ഉചിതമാണെന്ന് ഓർക്കണം. നാം എത്തിച്ചേർന്നിട്ടില്ല, ആയിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ലവോദിക്ക സഭ ഒരു വിധത്തിൽ ലൂക്വാം സഭ, ശീതോഷ്ണാവസ്ഥയിൽ ജീവിച്ചതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളൊരു മനോഭാവം. ആ മനോഭാവം എന്താണെന്നറിയാമോ? ഞങ്ങൾ ധനവാനാകുന്നു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല. ഏത് സമയത്ത് നമ്മുടെ ഉള്ളത്തിൽ ഈ ചിന്ത നമ്മെ ഭരിക്കുന്നു, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനം തടസ്സപ്പെടും എന്നുള്ളത് ഓർക്കണം. ഈ പ്രൈഡിൽ, അതായത് അഹന്തയിൽ ഏറ്റവും ദോഷം ചെയ്യുന്ന അഹന്തയെന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രൈഡാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടേതായിട്ടുള്ള ഉന്നത ഭാവം. അനേക വിശ്വാസികളും ആത്മീക ജീവിതത്തിലും അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിലും തകർന്നു പോയതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ തീരുമാനമാണ്, ആ ചിന്തയാണ് ദാറ്റ് വി ഹാവ് ഓൾറെഡി അറ്റൈൻഡ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പിടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. സോ ഹ്യൂമിലിറ്റി, ഇതാണ് നമ്മുടെ ആത്മീക ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നത്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, കിങ്ഡം ബിലോങ്സ് ടു ദെം. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവകൃപ താഴ്മയുള്ളവർക്കാണെന്നാണ് പറഞ്ഞത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ പകരുന്നു. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ താണിരുന്നാൽ ദൈവം തക്ക സമയത്ത് ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യത്തിൽ നമുക്ക് സ്പിരിച്വൽ അതോറിറ്റി കിട്ടണമെങ്കിൽ, ആത്മീക അധികാരം കിട്ടണമെങ്കിൽ കീഴ്പ്പെട്ട് ജീവിക്കാൻ കഴിയണമെന്നാണ് ശതാധിപൻ്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ പ്രോഗ്രസിൻ്റെ എല്ലാം അടിസ്ഥാനം, ആത്മീക മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ വിനയ സ്വഭാവം, ആ സ്പിരിച്വൽ ഹ്യൂമിലിറ്റി. അതിന് ചില തെളിവുകൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേർ ദ ഹ്യൂമിലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ, ഒന്ന് ആത്മീകമായിട്ടുള്ള അതൃപ്തി, അതായത് തികഞ്ഞവനായി നല്ല ലഭിക്കണം എന്നുള്ള ആഗ്രഹം. എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു. എപ്പോൾ നമ്മുടെ ആത്മീക ദാഹം, ദി സ്പിരിച്വൽ ഡിസയർ ആൻഡ് തേഴ്സ്റ്റ് കുറയുന്നോ, എൻ്റെ അർത്ഥം നമുക്ക് എവിടെയോ ഒരു തൃപ്തി വന്നുപോയെന്നാണ് എൻ്റെ അർത്ഥം. 2, ജീവിതത്തെ തിരുത്താനുള്ള ഒരു മനോഭാവം, വില്ലിങ്നെസ് ടു റിപ്പൻറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താൽ മതി. നാം എത്തിച്ചേർന്നു എന്നോ നമ്മൾ തികഞ്ഞു എന്നോ നമുക്ക് ചിന്ത വന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് തിരുത്താനായി ഇപ്പോൾ നമുക്ക് പലപ്പോഴും ബോധ്യം വരുന്നില്ല. വി ആർ സാറ്റിസ്ഫൈഡ്, കുറവില്ല, എനിക്കൊന്നിനും കുറവില്ല എന്നുള്ള ലവോദിക്കയുടെ സഭയുടെ സ്വഭാവം. 3, ഈ ദൈവത്തിൽ നിന്ന് നിർദ്ദേശം, വില്ലിങ്നെസ് ടു റിസീവ് ഇൻസ്ട്രക്ഷൻ. ഇത് ഭൗമികമായും വളരെ ശരിയാണ്. പലപ്പോഴും ഈ അഹന്തയുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസമാണ്. പറഞ്ഞു കൊടുത്താൽ അവർ സ്വീകരിക്കത്തില്ല. ദേ ആർ സെൽഫ് സാറ്റിസ്ഫൈഡ്. ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ ശരിയാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിലുള്ള ഈ വിനയ മനോഭാവം ആയിത്തീർന്നിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആയിട്ടില്ല എന്നുള്ള ഒരു ഉൾബോധം. എൻ്റെ ഫാദർ
വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ദാസൻ കൊച്ചുഞ്ഞി ഉപദേശിയെ കാണാൻ പോയ ചരിത്രം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേരും കൊച്ചുഞ്ഞെന്നാണ്. അപ്പോൾ ഉപദേശിയെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്ന സമയത്ത് ഉപദേശിയോട് ചേർന്നിരുന്ന് ക്ഷീണിതനായിരിക്കുന്ന സമയമാണ്. അദ്ദേഹം തൻ്റെ ശരീരത്തെ തൊട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, എടാ കൊച്ചുഞ്ഞേ, ഇപ്പോഴും ഇത് ചത്തിട്ടില്ല കേട്ടോ, ദിസ് ഹാസൻ ഡൈഡ് യെറ്റ്. എല്ലും തൊലിയുമായി ശേഷിച്ചിരിക്കുന്നൊരു മനുഷ്യനാണ്, എത്രയോ ആത്മീക ഡിസിപ്ലിൻ്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. എങ്കിലും അദ്ദേഹം പറയുന്നത് തികഞ്ഞവനായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് ആത്മീക വളർച്ച ഉണ്ടാകും. ഇത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഉചിതമായ ഒരു അനുഭവം അപ്പസ്തലനായ പത്രോസിൻ്റെ ജീവിതാനുഭവമാണ്. കർത്താവ് ക്രൂശിക്കപ്പെടാനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, കഷ്ടം അനുഭവിക്കാൻ പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഉടനെ പത്രോസ് പ്രതികരിക്കുന്നുണ്ട്, കർത്താവേ, നിന്നോടുകൂടെ തടവിലാകാനും നിന്നോടുകൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് നോക്കിയേ. ലോർഡ്, ഐ എം വില്ലിങ് ടു ഗോ ടു ദ പ്രിസൺ വിത്ത് യു ആൻഡ് ടു ഡൈ ഫോർ യു. അപ്പം കർത്താവ് പറഞ്ഞു, ഇതൊക്കെ നിൻ്റെ ഉൾബോധമാണെങ്കിലും വാസ്തവത്തിൽ നിൻ്റെ നിലവാരം ഞാൻ പറയാം. ഇന്ന് രാത്രി കോഴി കൂകുന്നതിന് മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. സംടൈംസ് വി തിങ്ക് വി ഹാവ് റീച്ച്ഡ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം അതിൽ നിന്നൊക്കെ വളരെ അകലെയാണെന്ന് കർത്താവ് ചിലപ്പോൾ ബോധ്യപ്പെടുത്തും. അന്ന് രാത്രി പത്രോസിന് ബോധ്യമായി. ഈ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഈ വലിയ വീഴ്ച ഉണ്ടാകാൻ പത്രോസിനും ഇടയായത്. ഇന്ന് രാത്രി ഈ ആത്മീക ഓട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ഉൾബോധം വേണം. ആകേണ്ടതുപോലെ ആയിട്ടില്ലല്ലോ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു തേസ്റ്റ് നമ്മുടെ മുന്നോട്ടുള്ള ഓട്ടത്തിൽ നിശ്ചയമായും ഉണ്ടാകണം. രണ്ടാമത് അപ്പസ്തലൻ പറയുന്ന 13-ാമത്തെ വാക്യത്തിലാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന്, ഫോർഗെറ്റിംഗ് തിങ്സ് ദാറ്റ് ആർ ബിഹൈൻഡ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് വ്യാഖ്യാനിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ പാസ്റ്റിൽ നിന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വിട്ടുകളയേണ്ടതും മറക്കേണ്ടതുമായ ചില കാര്യങ്ങൾ നമ്മുടെ ഭൂതകാലത്തിലുണ്ട്. ഒന്നാമത്തെ നാം ചിന്തിച്ച മേഖലയിൽ നമ്മുടെ നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളായി നമ്മൾ ചിന്തിക്കേണ്ട, ഇനിയും ആകേണ്ടതുണ്ട് എന്നുള്ളത് ബോധ്യമായി. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, പിമ്പിലുള്ളത് മറക്കുന്നു, ഫോർഗെറ്റിംഗ് ദോസ് തിങ്സ് ദാറ്റ് ആർ ബിഹൈൻഡ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതകാല അനുഭവങ്ങളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ സെറ്റിൽ ചെയ്യാതെ മുന്നോട്ടുള്ള ഗമനം സ്ഥിരമാക്കാൻ നമുക്ക് കഴിയത്തില്ല. വിത്തൗട്ട് സെറ്റിലിംഗ് അവർ പാസ്റ്റ് വി കനോട്ട് റൺ സ്റ്റഡിലി ഇൻ ദ ഫ്യൂച്ചർ. അനേക ആത്മീക ജീവിതങ്ങളും വേണ്ട പോലെ ശോഭിക്കാത്തതിൻ്റെയും മുന്നേറാത്തതിൻ്റെയും കാരണം കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും സെറ്റിൽ ചെയ്തിട്ടില്ല. സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിശ്ചയമായും. നാം എല്ലാം മനുഷ്യരായതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, പ്രോൺ ടു വാണ്ടർ ലോർഡ് ഐ ഫീൽ ഇറ്റ്, പ്രോൺ ടു ലീവ് ദ ലോർഡ് ഐ ലവ്. കർത്താവേ, നിന്നെ വിട്ടു പോകാനുള്ള ടെൻഡൻസി എനിക്കുണ്ടെന്ന് എനിക്കറിയാം. വില്യം കൗപ്പർ എഴുതിയ പാട്ടാണ്. അദ്ദേഹം പറയുകയാണ്, കർത്താവേ, നിന്നെ വിട്ടുപോകാനുള്ള ഒരു സ്വഭാവം എന്നിലുണ്ട്. വേദപുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കി. മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനുണ്ടോ? എന്നാൽ സൗമ്യത നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് മോശ. കോപം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. എന്നാൽ തൻ്റെ ഹൃദയം ഒരു പരസ്ത്രീക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പസ്തലനായ പൗലോസിന്, പത്രോസിന് നാം ഇപ്പോൾ ചിന്തിച്ചു. അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു പുറകോട്ട് നോക്കുമ്പോൾ ചില വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. വന്നു പോയിട്ടുള്ള വീഴ്ചകളെ
സെറ്റിൽ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ ഒക്കത്തില്ല. പലപ്പോഴും നമുക്ക് വരുന്ന ഒരു വിപത്ത്, വി ട്രൈ ടു ഫൊർഗെറ്റ് ഇറ്റ്. അതായത് ഒന്ന് മൂടി വെക്കാൻ, ഒന്ന് കവർ ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കും. അത് ദൈവം അത് കൈകാര്യം ചെയ്ത് നീക്കാതെ വേണ്ടും വണ്ണം നമുക്ക് മറക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. അൺലെസ് ഗോഡ് സെറ്റിൽസ് ഇറ്റ്, വി കാനോട്ട് ഫൊർഗെറ്റ് ഇറ്റ്. ഒരു ഉദാഹരണം പറയുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാകും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കനാൻ ദേശത്തേക്ക് കടക്കുവാനായിട്ട് യോർദാൻ കടന്നു, യെരിഹോ പിടിച്ചടക്കി. യെരിഹോ പിടിച്ചടക്കിയപ്പോൾ അവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു, അവിടെയുള്ള യാതൊരു വസ്തു വകകളും നിങ്ങൾ എടുക്കരുത്, അത് യഹോവയ്ക്ക് ശപഥാർപ്പിതമാകുന്നു. ഡോണ്ട് ടേക്ക് എനിത്തിങ്. എന്നാൽ ഒരു മനുഷ്യനാക്കാൻ അല്പകാര്യങ്ങൾ എടുത്തു, മറച്ചു വെച്ചു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. അത് നിമിത്തം എന്ത് സംഭവിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാളയം അശുദ്ധമായി. അത് നിമിത്തം അടുത്ത പടിയിൽ വന്നിരിക്കുന്ന ഹായിയോടുള്ള യുദ്ധമാണ്. ഇസ്രായേൽ ജനം യെരിഹോയിൽ വൻ വിജയം വരിച്ചു. എന്നാൽ അവിടെ അവർ പാപം ചെയ്തിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പോയി. ആ പട്ടണത്തിൽ ചെന്നപ്പോൾ അവർ പരാജയപ്പെട്ടപ്പോൾ യോശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. കരഞ്ഞ ഉടനെ യഹോവയുടെ ദൂതൻ വന്ന് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: നീ കരയുന്നത് എന്തിന്? വൈ ഷുഡ് യു ക്രൈ? ഗെറ്റ് അപ്പ് ആൻഡ് ക്ലെൻസ് ദ ക്യാമ്പ്. നീ എഴുന്നേറ്റ് പാളയം ശുദ്ധീകരിക്കുക. സോ ടുമോറോസ് സക്സസ്, ടുമോറോസ് പ്രോഗ്രസ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഡീലിംഗ് വിത്ത് അവർ പാസ്റ്റ്. കാലപ്പഴക്കം കൊണ്ട് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ മറന്നു പോകത്തില്ല, ദൈവസന്നിധിയിൽ നീക്കപ്പെടത്തില്ല. ഇറ്റ് വിൽ നോട്ട് ബി ബ്ലോട്ടഡ് ഔട്ട് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ഓർമ്മയിൽ നിന്ന് പോകും. എന്നാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് എപ്പോഴും ഓർക്കണം. മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ശുദ്ധീകരിക്കാനായി ഞാനും നിങ്ങളും ശ്രമിക്കണം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പുതിയ ദേശത്തോട്ട് കടക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നൊരു കൽപ്പനയുണ്ട്: നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, നാളെ ഞാൻ നിങ്ങളുടെ നടുവിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കും. എത്ര മനോഹരമായൊരു വാഗ്ദത്തമാണ്! സാങ്ക്ടിഫൈ യുവർ സെൽഫ് ടുഡേ, ടുമോറോ ഐ വിൽ ഡു വണ്ടേഴ്സ് അമങ് യു. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കൊരു ഫ്രീഡം ആവശ്യമാണ്. പിമ്പിലുള്ളത് മറക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഞാനൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ഇത് സംഭവിക്കത്തില്ല. കാരണം ഒരുപാട് വാർണിംഗ് സിഗ്നൽസും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അതിൻ്റെ സെറ്റിങ്ങൊക്കെ വണ്ടിയിലുള്ളത് കൊണ്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കത്തില്ല. കാരണം പല റെഡ് ലൈറ്റ്സും അതേ കത്തും. എന്നാൽ പഴയ കാലത്ത് അതൊന്നും ഇല്ലാഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പലപ്പോഴും പലർക്കും വന്നു പോയിട്ടുള്ള, ഞാൻ ഉൾപ്പെടെ എനിക്കും വരെ വന്നിട്ടുള്ളൊരു കാര്യം പറയാം. ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചുകൊണ്ട്, ചിലപ്പോൾ ഫുള്ളി വലിച്ചു വെച്ചിട്ടില്ല, പകുതിയെ വലിച്ചു വെച്ചിട്ടുള്ളൂ, വണ്ടി ഓടിക്കും. പിന്നെ ഇത് റിയലൈസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയാമോ? ബ്രേക്ക് ഡ്രമ്മൊക്കെ പുകഞ്ഞ് ടയറിൽ നിന്നിങ്ങനെ പുക പുറത്തോട്ട് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹാൻഡ് ബ്രേക്ക് പിടിച്ചു വച്ചിരിക്കുകയായിരുന്നല്ലോ. സ്പിരിച്വൽ ലൈഫിൽ അനേകരും ജീവിതത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് ഓടാൻ ശ്രമിക്കുന്നവരുണ്ട്. ദ ബ്രേക്ക് ഈസ് ഹോൾഡിങ് യു ഡൗൺ. പിന്നെ ഇതിനെ ഓവർകം ചെയ്യാൻ എൻജിനൊക്കെ ഒന്ന് റെവപ്പ് ചെയ്യാൻ നോക്കുകയാണ്. എന്തുമാത്രം ശ്രമിക്കുന്നതെന്നറിയാമോ? അത് നമ്മുടെ ചുറ്റുപാടുകളെ ഹീറ്റപ്പ് ചെയ്യുന്നതല്ലാതെ മുന്നോട്ടുള്ള ഗമനം ശരിയാകുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, ഐ വോണ്ട് ടു റൺ വെൽ. എനിക്ക് മുന്നോട്ട് നന്നായിട്ട് ഓടണം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഐ വോണ്ട് ടു സെറ്റിൽ മൈ പാസ്റ്റ്. പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട്
ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇത് പറയുമ്പോൾ നമ്മുടെ പുറകിലുള്ളത് പൂർണ്ണമായി ക്ലെൻസ് ചെയ്യാൻ കഴിയുന്ന, ശുദ്ധീകരിക്കാൻ, നീക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യണം. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഞാൻ കാർമൂകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപത്തെയും മായിച്ചു കളയും. എത്ര വലിയ പ്രോമിസല്ലേ. ഗോഡ് ക്യാൻ ഡീൽ വിത്ത് അവർ പാസ്റ്റ്. ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഈ തോൽവികളും വീഴ്ചകളും, നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ വന്ന മുറിവുകളുമൊക്കെ സൗഖ്യമാക്കാൻ ലോകത്തിൻ്റെ തത്വജ്ഞാനത്തിനൊന്നും കഴിയത്തില്ല. അത് ഡീൽ ചെയ്യാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നാം വിശ്വസിക്കുന്ന കർത്താവ് കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നോ മാറ്റർ വാട്ട് യുവർ പാസ്റ്റ് ഈസ്, ഭൂതകാലം എന്ത് തന്നെയായിരുന്നാലും പൂർണ്ണമായി സൗഖ്യമാക്കാൻ, പൂർണ്ണമായി ക്ലെൻസ് ചെയ്യാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ളത് എത്ര സന്തോഷകരമായ വാഗ്ദത്തമാകും. അതുകൊണ്ട് രണ്ടാമത് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പൂർണ്ണനായി എന്ന് ചിന്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിൻപിലുള്ളത് ഞാൻ മറക്കുന്നു. ഈ 2 പടിയിൽ കൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1 ഞാൻ ചെയ്യുന്നു, ദിസ് വൺ തിങ് ഐ ഡു. അത് മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസം. എന്താ ഈ 1 ചെയ്യുക എന്ന് പറഞ്ഞാൽ? ലേഖനം മുഴുവൻ ഒന്ന് നോക്കിയെങ്കിലേ എന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ ആ പാഷൻ, ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ചിത്രീകരിക്കട്ടെ. പാഷൻ ഓഫ് ഹിസ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അല്പം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ്സ് അവർ ഇന്നർ പാഷൻ. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആവേശമുണ്ട്. ആ ആവേശമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോസ്തലൻ പറഞ്ഞു, ദിസ് വൺ തിങ് ഐ ഡു. അത് കർത്താവായിരുന്നു തൻ്റെ പാഷൻ. ഈ ലേഖനം വായിച്ചാൽ മനസ്സിലാകും എന്തായിരുന്നു ദിസ് വൺ തിങ് ഐ ഡു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ നേടണമെന്ന്. അതേ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ക്രിസ്തുവിൽ ഇരിക്കണം. ഐ വാണ്ട് ടു ബി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടണം. 2, ക്രിസ്തുവിൽ ഇരിക്കണം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്നിൽ കൂടെ മഹത്വപ്പെടണം. ക്രൈസ്റ്റ് മസ്റ്റ് ബി ഗ്ലോറിഫൈഡ് ഇൻ മൈ ബോഡി. 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. ഇവിടെ എല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്റ്റ്, യേശുവിനെ നേടണം, യേശുവിൽ ഇരിക്കണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ എനിക്ക് അനുഭവിക്കണം. കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ കൂടെ മഹത്വപ്പെടുത്തണം. ദാറ്റ് ഈസ് ഹിസ് പാഷൻ. ആ പാഷനാണ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. ഇതുകൊണ്ടാണ് ആരാധനയ്ക്കുള്ള പ്രാധാന്യം. എന്താ ആരാധനയ്ക്കുള്ള പ്രാധാന്യം? കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നൊരു കാര്യമാണ് ആരാധന. ഇതാണ് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം. ക്രിസ്തുവിനോട് നമ്മെ അടുപ്പിക്കുന്നതാണ്. ദാറ്റ് ഈസ് വൈ വി പ്രേ, ദാറ്റ് ഈസ് വൈ വി മെഡിറ്റേറ്റ്. എന്തുകൊണ്ടാണ് ബൈബിൾ സ്റ്റഡി നടത്തുന്നത്? ഈ കർത്താവിനോട് അടുക്കുവാനുള്ള താല്പര്യം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ദാറ്റ് ക്രൈസ്റ്റ് മസ്റ്റ് ബി ഗ്ലോറിഫൈഡ്. ഈ ഒരു പാഷനും ഈ ഒരു ഫോക്കസും ജീവിതത്തിലുണ്ടെങ്കിലേ നമ്മുടെ ആത്മീക ഓട്ടം ശരിയാകത്തുള്ളൂ. ഞാനൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാൻ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതം ഒന്ന് എടുക്കട്ടെ. 2 പേർക്കും വസ്തുവകകളൊക്കെ ഉണ്ടായിരുന്നു. 2 പേർക്കും വസ്തുവകകൾ വർദ്ധിച്ചത് കൊണ്ടാണ് ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടായതെന്ന് നമുക്ക് ഉൽപ്പത്തി 13 കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അദ്ദേഹം കൂടാരങ്ങളിൽ പാർത്തു. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പട്ടണത്തിനുമായി കാത്തിരുന്നു. ലുക്ക് അറ്റ് ഹിസ് ഫോക്കസ്.
അപ്പോൾ ആ ജീവിതം വളരെ വിജയകരമായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വൈ വാസ് ഇറ്റ് സക്സസ്ഫുൾ? ഹിസ് ഫോക്കസ് വാസ് റൈറ്റ്. ലോത്തിൻ്റെ ജീവിതം നോക്കിക്കേ. തൻ്റെ ശ്രദ്ധ അവിടെയും ഇവിടെയും എല്ലാം പോകുവാനായിട്ട് ഇടയായി. Abraham looked forward. Lot looked around. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കണം, ദിസ് വൺ തിങ് ഐ ഡു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിനുള്ളത് മറന്നുകൊണ്ട് മുമ്പിനുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പൂർത്തിയായിട്ടില്ല, ആഡിക്വറ്റ് അല്ല, തൻ്റെ ഇനാഡിക്വസിയെക്കുറിച്ചുള്ള ഒരു ഉത്ബോധം. തികഞ്ഞിട്ടില്ലല്ലോ കർത്താവേ, ആയിട്ടില്ലല്ലോ, വിനയത്തിൻ്റെ ഒരു വലിയ വെളിപ്പാട്. 2, ജീവിതത്തിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ചു എന്നുള്ള ഉറപ്പ്. ലീവിങ് ദ തിങ്സ് ദാറ്റ് ആർ ബിഹൈൻഡ്. ഇനിയും ക്രമീകരിക്കാൻ പുറകിലൊന്നുമില്ല. മുന്നോട്ടുള്ള ഓട്ടം ശരിയാകുവാൻ I have dealt with my past. I have freedom. 3 അദ്ദേഹം പറയാണ്, this one thing I do. ഒന്ന് ഞാൻ ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി. 4 അദ്ദേഹം പറയുന്നത്, I press forward to the goal. മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ മുമ്പിലുള്ളതിനായി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രസ്സിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ തൻ്റെ സർവ്വ ഫോഴ്സും അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ളൊരു നല്ല ഉദാഹരണം, ഈ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ നമ്മളെ ഈ സ്പോർട്സിലേക്കൊക്കെ നോക്കിയാൽ, അത്ലറ്റിക്സിലേക്ക് നോക്കിയാൽ, ഈ അവസാനത്തെ ആ റിബണിലോട്ട് വന്നു ചേരുന്ന സമയത്ത് ഈ അത്ലറ്റ്സിനെ ഒന്ന് പ്രത്യേകം നോക്കണം. എന്തുമാത്രം അവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന്. അവരുടെ സകല ശക്തിയും അവരുടെ സകല എനർജിയും ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, അത് ഫിനിഷ് ചെയ്യാൻ. ആത്മീക ജീവിതത്തിൽ ഈ ഒരു ശ്രമം നമുക്കുണ്ടാകണം, ഈ ഒരു ത്രസ്റ്റ് നമുക്കുണ്ടാകണം. അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഈ റോളർ കോസ്റ്റിംഗ് അല്ല. എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെങ്കിലും ജീവിക്കുന്നൊരു ജീവിതമല്ല. അതിനുവേണ്ടി നമുക്കൊരു ഫോക്കസ് ഉണ്ടാകണമെന്ന് മനസ്സിലായി. ഫോക്കസ് ഉണ്ടാകുക മാത്രമല്ല, അത് ലഭിക്കാനായി നമുക്ക് ഒരു വലിയ ശ്രമം. ഒരു ദൈവദാസൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലായി തീരുക. ഇറ്റ് ഈസ് എ മിറക്കിൾ ഓഫ് എ മോമെൻറ്റ്. But becoming a saint is the work of a lifetime. ഒരു വിശ്വാസിയായി തീരുന്ന, അവൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഒരു ജീവനുണ്ട്. ബട്ട് ടു ബിക്കം ക്രൈസ്റ്റ് ലൈക്ക്, കർത്താവിനെ പോലെ ആയി തീരുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതമായി തീരുവാൻ, അതിനൊരു ശ്രമം. there must be an effort. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഇപ്പോൾ അവസാനം പറഞ്ഞ 2 കാര്യത്തിൽ ആധുനിക വിശ്വാസി വളരെ പിൻപിലാണ്. നമ്മുടെ ഫോക്കസ് ഒരിടത്തല്ലിപ്പോൾ. പല കാര്യങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആധ്യാത്മികതയും കൂടെ വേണം. ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റി ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി നമുക്ക് വേണം. കാരണം എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഭൗമിക ജീവിതത്തെ നിലനിർത്താനായിട്ടൊരു സ്പിരിച്വാലിറ്റിയും കൂടെ വേണം. അത് നമുക്ക് വേണം. എന്നാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ആകണം. കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹിം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ജീവിക്കണം. 2 അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രസ്സിങ് ഫോർവേഡ്. ഞാനതൊന്ന് വ്യാഖ്യാനിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? 1, നോട്ട് ഗിവിങ് അപ്പ്. മടുത്തു പോകാത്തൊരനുഭവം. ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഏറെ ആവശ്യമായ കാര്യമാണല്ലോ മടുത്തു പോകാതിരിക്കുക എന്നുള്ളത്. മടുത്തു പോകാത്ത അനുഭവം, നോട്ട് ഗിവിങ് അപ്പ്.
അപ്പോൾ അങ്ങനെ ഒരു ആത്മാവ് വന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയിക്കുകയില്ല. 2, നോട്ട് റിലാക്സിങ്. ക്രിസ്തീയ ജീവിതത്തിൽ റിലാക്സ് ചെയ്യാൻ നമുക്കൊക്കത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന അദൃശ്യ ശക്തികൾ എത്രയോ ഉണ്ട്. ലോകത്തിൻ്റെ വശീകരണ ശക്തികൾ. ജാഗ്രതയോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭംഗിയായി ജീവിക്കാൻ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും സാധിക്കത്തില്ല. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുന്നു. അപ്പോൾ ഇവിടെ നാം ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ജാഗ്രതയോടെ ജീവിക്കണം. നോ റിലാക്സിങ്. 3, നോ ഡിസ്ട്രാക്ഷൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഫോക്കസിൽ നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്ന, നമ്മളെ തളർത്തുന്ന, ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന, അശ്രദ്ധരാക്കുന്ന യാതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരരുത്. 13-ാമത്തെ വയസ്സിൽ പിയാനോ റൈസൈറ്റിൽ വളരെ ഭംഗിയായി ചെയ്തൊരു പെൺകുട്ടിയെക്കുറിച്ച് കേൾക്കാനിടയായി. 13 years old. നല്ല മനോഹരമായ പീസ്, വളരെ ഭംഗിയായിട്ട് അവൾ വായിച്ചു കഴിഞ്ഞ സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഹൗ ക്യാൻ യു ഡു ദിസ് അറ്റ് ദിസ് ഏജ്? ഈ പ്രായത്തിൽ എങ്ങനെ ഇത് സാധിച്ചു? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഫോക്കസായിരുന്നു. എൻ്റെ കൂട്ടുകാരികളൊക്കെ പാർട്ടീസിന് പോകുമ്പോൾ ഞാൻ പോകത്തില്ല. ഐ വിൽ പ്രാക്ടീസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്നിന്ന കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം, ഐ വാണ്ട് ടു ബി എ പിയാനിസ്റ്റ്. അതും ഇതും എല്ലാം ചെയ്ത് പിയാനിസ്റ്റോടാകാൻ ശ്രമിച്ചാൽ പലപ്പോഴും നടക്കത്തില്ല. തനിക്ക് മുമ്പിലുള്ള ആ പ്രാക്ടീസിങ് ടൈം ഡിസിപ്ലിൻ്റെ കീഴിൽ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ അത് ലഭിക്കൂ. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വളരെ ശരിയാണ്. നമ്മുടെ ജീവിതത്തെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു വിടുതലുണ്ടാകണം. ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, എനിക്ക് സകലത്തിൻ്റെ മേലും കർത്തൃത്വം ഉണ്ടെങ്കിലും സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല. ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. എല്ലാത്തിൻ്റെ മേലും എനിക്ക് കർത്തൃത്വമുണ്ട്, ബട്ട് ഓൾ തിങ്സ് ആർ നോട്ട് പ്രോഫിറ്റബിൾ ഫോർ മീ. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ചെയ്തത് എന്നാണെന്നറിയാമോ? പ്രോഫിറ്റബിൾ അല്ലാത്ത കാര്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു. നല്ലതെന്ന് തോന്നിയാലും, ഈവൻ ദോ ഇറ്റ് ലുക്സ് ഗുഡ്, he said no to things that are not profitable. സ്പിരിച്വൽ ലൈഫിൽ നമ്മളെ വാസ്തവത്തിൽ തളർത്തുന്നത് ഇന്ന് ഈ ലോകത്തിൽ ഇതല്ലേ. പല കാര്യങ്ങളും ലോകത്തിൽ നല്ലതാണ്, അതിനകത്ത് ഒരു തെറ്റുമില്ല. പാപമാണോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ അത് ഒരു തെറ്റായിട്ടോ ലംഘനമായിട്ടോ എഴുതിയിട്ടുമില്ല. പക്ഷെ അത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്നും ക്രിസ്തീയ ജീവിതം ധന്യമാക്കുന്നതിൽ നിന്നും നമ്മെ പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്ന ആളുകൾക്കാണ് വീണ്ടും വണ്ണം ഓടാൻ കഴിയുന്നത്. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫാദറിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്. എൻ്റെ ഫാദർ നന്നായിട്ട് ചെസ്സ് കളിക്കുമായിരുന്നു. ജോലി ചെയ്ത കാലത്തും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്തും നല്ലപോലെ ചെസ്സ് കളിക്കുമായിരുന്നു. പിന്നീട് എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു ദിവസം താനും തൻ്റെ സ്നേഹിതനും ഫെലോ മിഷനറി, ഒരു സുവിശേഷകനാണ്, രണ്ടുപേർക്കും ഇതിഷ്ടമാണ്. ഒരു ദിവസം കളിച്ച് വാശി വെച്ച് കളിച്ച് രാത്രി മുഴുവൻ കളിച്ചു. നേരം വെളുക്കുന്നിടം ആ തീഷ്ണതയ്ക്കകത്ത് ഉണ്ടല്ലോ. നേരം വെളുത്തപ്പോൾ ഒരു തീരുമാനം എടുത്തു, എനിക്ക് ഇനിയും മേലാൽ ഇതാവശ്യമില്ല. ധ്യാനിക്കേണ്ട സമയവും ദൈവത്തോട് സമയം ചെലവഴിക്കേണ്ട സമയവും പ്രയോജനകരമായി ഉപയോഗിക്കേണ്ടതുമായ സമയം എൻ്റെ ഈ ഹോബി കവർന്നെടുക്കുന്നെങ്കിൽ ഈ ഹോബി എനിക്ക് വേണ്ട. ആത്മീക ജീവിതം ശക്തമാകണമെങ്കിൽ ഇറ്റ് ടേക്സ് ഡിസിപ്ലിൻ.
ഡിസൈപ്പിളും ഡിസിപ്ലിനും കൂടെ എത്രമാത്രം ചേർന്ന് പോകുന്നതെന്ന് നോക്കിക്കേ. വളരെ ചേർന്ന് പോകുന്ന വാക്കുകളല്ലേ. ഐ തിങ്ക് ഡിസൈപ്പിൾ ഈസ് എ ഡിസിപ്ലിൻ പേഴ്സൺ. ജോലിയോടുള്ള ബന്ധത്തിൽ സാധാരണ മനുഷ്യർക്കൊക്കെ എന്തുമാത്രം ഡിസിപ്ലിൻ ഉണ്ടെന്നറിയാമോ? 8:30 റിപ്പോർട്ടിംഗ് ടൈം ആണെങ്കിൽ നമ്മളിൽ അനേകരും 8:29 നമ്മൾ ചെക്ക് ഇൻ ചെയ്യും, പഞ്ചിൻ ചെയ്യും. ദൈവരാജ്യത്തിനോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. വി ലെറ്റ് എനിത്തിങ് ദാറ്റ് ഡിസ്ട്രാക്ട് അസ്. എന്ത് കാര്യം വന്നാലും അതൊന്ന് ഒഴിച്ചു വെക്കും. പ്രാർത്ഥന, ആരാധന. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് അവസാനത്തെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വിരുദ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ 4 കാര്യങ്ങളാണ്. ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ള തേഴ്സ്റ്റ്, ദാഹം. നമ്മളെ സങ്കീർത്തനമൊക്കെ വായിക്കും, മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിനക്കായി ദാഹിക്കുന്നു. ഒരു ചോദ്യം, ഈസ് ഇറ്റ് ട്രൂ? ഈസ് ദർ എ തേഴ്സ്റ്റ് ഫോർ ഗോഡ് ആൻഡ് ഗോഡ്ലി തിങ്സ്? ദൈവത്തിനു വേണ്ടിയും ദൈവികമായ കാര്യത്തിനും ആത്മീക കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ആ ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്ത് ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഞാനും സുമയും കൂടെ യാത്ര ചെയ്യും നോർത്ത് ഇന്ത്യയിൽ. അന്ന് ഈ ഫോണിലൊന്നും ന്യൂസൊന്നും വരത്തില്ല, സെൽഫോണും പിന്നീടാണ് വന്നത്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമാണ് ന്യൂസ് പേപ്പർ കിട്ടണം. 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്, അടുത്ത സ്റ്റോപ്പിൽ കേട്ടോ ന്യൂസ് പേപ്പർ വേണം. ഇറങ്ങാൻ തുടങ്ങുന്നതെന്നറിയുമ്പോൾ സുമ എന്നോട് പറയും, ബ്രേക്ക്ഫാസ്റ്റിന് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കിയേക്കണേ എന്ന് കേട്ടോ. അപ്പം 2 ആശയം കൊണ്ടാണ് ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങുന്നത്. ന്യൂസ് പേപ്പർ വേണം, ബ്രേക്ക്ഫാസ്റ്റും വേണം. പലപ്പോഴും എൻ്റെ കണ്ണ് ന്യൂസ് പേപ്പർ ഷോപ്പിലേക്കാണ് ആദ്യം പോകുന്നത്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതെൻ്റെ ഹൃദയത്തിൻ്റെ ഓവർ റൈഡിങ് പാഷനാണ്. നമുക്ക് വേണ്ടിയ ചില കാര്യങ്ങൾ എന്ത് വില കൊടുത്തും സാധിക്കും, എന്ത് വില കൊടുത്തും അത് നേടാൻ വേണ്ടി എവിടെ വരെയും പോകും. ആ ഒരാഗ്രഹം ദൈവിക കാര്യങ്ങൾക്കുണ്ടോ? ആ പാഷൻ നമ്മെ ഭരിക്കുന്നുണ്ടോ? പഴയ കാലത്തൊരു മനുഷ്യൻ പാടുമായിരുന്നു, ഓൾ ദാറ്റ് ത്രിൽസ് മൈ സോൾ ഈസ് ജീസസ്. എൻ്റെ ജീവിതത്തെ തുടിപ്പിക്കുന്നത് കർത്താവാണ്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ നിനക്കായി ദാഹിക്കുന്നു ദൈവമേ, ഐ തേഴ്സ്റ്റ് ഫോർ യു. ആരോടും ഉത്തരം പറയാനല്ല, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹൃദയത്തിനകത്തെ ദാഹം, വിശപ്പ്, തേഴ്സ്റ്റ് എത്രയുണ്ടെന്നുള്ളത് 1 to 10 സ്കെയിലിൽ അവരവർ തന്നെ അങ്ങ് മാർക്ക് ചെയ്യണം. വേണ്ടും വണ്ണമില്ലെങ്കിൽ ഇന്ന് അവിടെ തിരുത്തണം. 2, പിൻപിലുള്ളത് ഡീൽ ചെയ്തിട്ടുണ്ടോ? ഇന്നും ക്രമീകരിക്കേണ്ടതായ കാര്യങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ നമുക്കെല്ലാം വരും. പക്ഷേ ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റുപറഞ്ഞ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ അതും ക്രമീകരിച്ച് സെറ്റിൽഡ്. ഫസ്റ്റ് എയ്ഡ് കൊണ്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. വേദപുസ്തകത്തിൻ്റെ പ്രമാണമാണ്. ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ഒരു പ്രവാചക ശിഷ്യൻ മരം വെട്ടാൻ പോയി മറ്റുള്ളവരോട് കൂടെ.
അദ്ദേഹം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോടാലി ഒരു വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, ഞാനത് കടം വാങ്ങിയ കോടാലിയാ. പ്രവാചകൻ ഉടനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവിടെ. 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലാണ്. അത് എവിടെ വീണു? വേർ ഡിഡ് ഇറ്റ് ഫോൾ? പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ആ വീണുപോയ ഇരുമ്പ് പൊക്കിക്കൊണ്ട് വന്ന മിറക്കിൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മരം മുറിച്ച്, ഒരു കഷ്ണം മുറിച്ച് അതിനകത്തിട്ടപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത്രയും ചെയ്യാൻ കഴിയുന്നൊരു പ്രവാചകനെ എവിടെ വീണെന്ന് പറയാനും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ മനുഷ്യനോടൊരു ചോദ്യമുണ്ട്, വേർ ഡിഡ് ഇറ്റ് ഫോൾ? 1-ാമത്തെ രാത്രി വന്നു ചേർന്ന എപ്പേർപ്പെട്ടവരോടും എന്നോടും ഒരു ചോദ്യം. അങ്ങനെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ എവിടെയാണെന്ന് ഇന്ന് രാത്രി ഓർക്കണം. ഇഫ് യു എവർ വാണ്ട് ടു ലിവ് എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്, യേശു കർത്താവ് പറഞ്ഞതുപോലെ നിറഞ്ഞു കവിയുന്ന ജീവിതം, സമൃദ്ധമായ ക്രിസ്തീയ ജീവിതം, അപ്പസ്തോലൻ ഇവിടെ കാഴ്ചവെക്കുന്ന ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എവിടെ വീഴ്ച സംഭവിച്ചു? ചിലരുടെയൊക്കെ ഭവനത്തിൽ ഒരു പക്ഷേ അൺഫെയ്ത്ത്ഫുൾനെസ് ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കും. അരുതാത്തത് നാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യരുതാത്തത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, മുന്നോട്ടുള്ള ഓട്ടം ശരിയാകണമെങ്കിൽ പിൻപിലുള്ളത് മറക്കണം. ഡോണ്ട് ഡ്രൈവ് വിത്ത് ഹാൻഡ് ബ്രേക്ക് ഓൺ. എത്ര ശ്രമിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓടാൻ കഴിയത്തില്ല. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. പൂർണ്ണമായി റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹീ ക്യാൻ ഗിവ് യു എ ന്യൂ ബിഗിനിങ്, ഫ്രീഡം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ ഞാൻ നിങ്ങളുടെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കും. 3-ാമത് അപ്പോസ്തലൻ പറഞ്ഞു, ദിസ് വൺ തിങ് ഐ ഡു. വാട്ട് ഈസ് അവർ പാഷൻ? യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആവേശമാണോ? പഴയ കാലത്ത് ഭക്തന്മാർ പാടിയ പാട്ട് പറയുമ്പോൾ മനസ്സിലാകും. അന്ന് ആ ഒരു ദൈവദാസൻ പാടി, സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ. അവർ പാടിയതുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റുപാടുന്നേ ഉള്ളൂ. 10,000 സുന്ദരൻ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡീക സുഖങ്ങൾ എന്നെ മാടി വിളിച്ചാൽ സുന്ദരനാ മനോഹര. ജീസസ് ഈസ് ദ പാഷൻ. ആണോ? നമ്മൾ പ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ? നോട്ട് റിലാക്സിങ്, നോട്ട് ഡിസ്ട്രാക്റ്റഡ്. സർവശക്തിയും ഉപയോഗിച്ച്, കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് പ്രസാദകരമായി തീരാൻ ഞാൻ ഏറെ ആഗ്രഹിക്കും. ആ ഒരു പാഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്യും. അങ്ങനെ ചെയ്താൽ അപ്പോസ്തലൻ പറഞ്ഞു, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വിരുദ്, ദ പ്രൈസ്. വേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എവറി ക്രിസ്ത്യൻ ഡിസിപ്ലിൻ ഹാസ് എ റിവാർഡ്. ആത്മീയമായിട്ടുള്ള എല്ലാ ശിക്ഷണത്തിനും പ്രതിഫലമുണ്ട്. അപ്പോസ്തലനായ പത്രോസ് ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ടയച്ചതിൻ്റെ പിന്നാലെ വന്നു, എന്തോ കിട്ടുമെന്ന്. കർത്താവ് ശാസിച്ചൊന്നുമില്ല. അതിനാണോ നീ വന്നതെന്നൊന്നും ചോദിച്ചില്ല. ഉടനെ കർത്താവ് ഒരു മറുപടി പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം നിങ്ങൾ എന്തെങ്കിലും വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ 100 മടങ്ങ് കഷ്ടങ്ങളോടുകൂടെ ചേർത്താ പറഞ്ഞു കേട്ടോ. ജീസസ് ഡിഡ് നോട്ട് റെബ്യൂക്ക് ഹിം. ഹി സെഡ് ദെർ ഈസ് റിവാർഡ്. ആത്മീക ജീവിതത്തിന്, കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഏത് ജീവിതത്തിനും ഒരു റിവാർഡുണ്ട്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഒന്ന് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിനോടും ചോദിക്കണം, എബ്രഹാം, നിൻ്റെ ജീവിതത്തിൽ സ്വന്തം ദേശവും ചുറ്റുപാടും ഒക്കെ വിട്ടിട്ട് അറിയാത്തൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോയില്ലേ? എത്ര ഫോക്കസ്ഡായിരുന്നു. നമ്മൾ കേട്ടതുപോലെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പട്ടണത്തിനുമായി കാത്തിരുന്നു.
വാസ് ഇറ്റ് റിവാർഡിങ്? പ്രയോജനമായിരുന്നോ? അദ്ദേഹം പറയും, ദൈവം എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, എന്നെ ഒരു അനുഗ്രഹമാക്കി. God not only blessed me, but he made me a blessing. ദാനിയേലിനോട് ചോദിക്കണം, ദാനിയേലേ, എത്രമാത്രം ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ ആ സന്തോഷത്തിൽ, ആ ചുറ്റുപാടിൽ, ആ സംസ്കാരം കൊടുക്കുന്ന ഉല്ലാസങ്ങളിൽ നിനക്ക് ജീവിക്കാമായിരുന്നു. നിന്നെ തന്നെ ക്രമീകരിച്ച് ഇതുകൊണ്ടൊന്നും എന്നെ മലിനപ്പെടുത്തുകയില്ല എന്നുള്ള ശിക്ഷണത്തിൽ കൂടെയൊക്കെ നീ ജീവിച്ചതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു ദൈവിക ആത്മീക ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ബാബിലോണി സാമ്രാജ്യത്തെ സ്വാധീനിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ രാജാവിൻ്റെ കാതുപോലും എൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ തരത്തക്കവണ്ണം ജീവിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ബാബിലോണി സാമ്രാജ്യത്തെ മാത്രമല്ല, ഇന്നും ദാനിയേൽ എത്ര അനുഗ്രഹം. ശിഷ്യന്മാരോട് ചോദിക്കണം, എല്ലാം വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയല്ലേ, വാട്ട് ഡിഡ് യു ഗെറ്റ്? അവർ മറുപടി പറയും, ഞങ്ങൾ അറിഞ്ഞ ലോകത്തെ കീഴ്മേലും അറിയിക്കാൻ. The world we knew, we turned it upside down. ഇംഗ്ലീഷിൽ ഞാൻ പറയട്ടെ, ഇറ്റ് പേസ് ടു ബി എ റിയൽ ക്രിസ്ത്യൻ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ആവേശത്തോടെ ജീവിക്കുന്നതിന് നിശ്ചയമായും പ്രതിഫലമുണ്ട്. സാധാരണ ജീവിതത്തിന് ഇതിന് വല്ല പ്രസക്തിയുണ്ടോ? സൂസന്ന വെസ്ലിയോട് ചോദിക്കണം. ആ ജീവിതം വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. സൂസന്ന വെസ്ലിയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 ചിൽഡ്രൻ, 17 പിള്ളേർ. ഭർത്താവ് ഒരു സാധാരണ ആംഗ്ലിക്കൻ ചർച്ചിലെ ഒരു പാസ്റ്റർ. വളരെ ഞെരുക്കമുള്ള സമയം, ലിമിറ്റഡ് റിസോഴ്സസ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, അക്കാലത്ത് വാഷിംഗ് മെഷീനും ഇല്ല, മൈക്രോവേവും ഇല്ല, ഫെസിലിറ്റീസും ഇല്ല. റണ്ണിങ് വാട്ടർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 17 ചിൽഡ്രൻ, ഭർത്താവും. എന്തുമാത്രം കാര്യം ചെയ്യണം? എങ്കിലും 17 കുഞ്ഞുങ്ങളോടും കൂടെ ആഴ്ചയിൽ 1 മണിക്കൂർ വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ ചിലവിടും. ചില്ലറ ഡിസിപ്ലിൻ അല്ല എന്നെനിക്ക് തോന്നുന്നു. എവറി വീക്ക് 1 hour with each of the children with the Bible study. അവരുടെ ചില തിയോളജിക്കൽ പ്രിൻസിപ്പിൾസൊക്കെ വായിച്ചു നോക്കണം. വലിയ ചിന്തകന്മാരെക്കാൾ ഉന്നതമായ ചിന്ത. അവരോട് ചോദിക്കണം, ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ സഹോദരി? അവർ പറയും, ഞാൻ 2 കുഞ്ഞുങ്ങളെ ഇംഗ്ലണ്ടിന് കൊടുത്തു. അവർ ഇംഗ്ലണ്ടിനെ ആത്മീക ഉണർവിലേക്ക്, ജോൺ ആൻഡ് ചാൾസ് വെസ്ലി. നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണം. ദൈവത്തിൻ്റെ അപ്രൂവൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം, തലമുറയ്ക്ക് ഒരു വലിയ ലെഗസി ലീവ് ചെയ്യാൻ ദൈവം സഹായിക്കും. 3 കാര്യം ഞാൻ പറഞ്ഞു. The approval of the Lord, the blessing of the Lord, legacy in the world. We can live. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കണം. നമ്മുടെ ജീവിതം സാധാരണ ജീവിതമായിരിക്കും. ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും വരണമെന്നില്ല. എത്രയോ അനുഗ്രഹകരമായി ജീവിപ്പാൻ കഴിയും. ഇറ്റ് പേസ് ടു ബി എ ക്രിസ്ത്യൻ. അവസാനിപ്പിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസിൻ്റെ പാഷൻ കർത്താവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 കാര്യം ഒന്ന് പറയട്ടെ. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഹി വാസ് സെക്യൂർ, ഭദ്രതയുള്ളവനായിരുന്നു. വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ ഹി വാസ് ടോട്ടലി സാറ്റിസ്ഫൈഡ്, സംതൃപ്തനായിരുന്നു. ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ ഹി വാസ് ബ്യൂട്ടിഫുൾ, അവൻ മനോഹരനായിരുന്നു.
ക്രിസ്തുവിൽ ഭദ്രതയും ക്രിസ്തുവിനോടുകൂടെ സംതൃപ്തിയും ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നപ്പോൾ അതിമനോഹരനുമായിത്തീരുവാൻ ദൈവം ഇടയാക്കി. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ തീരുമാനത്തോടെ പോകണം. ലോകത്തിൽ പതറിപ്പോകാതെ മുന്നേറി അനുഗ്രഹകരമായി അവസാനിപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണം. ഈ നാളുകളിൽ എപ്പോഴും എൻ്റെ ജീവിതത്തെ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. കർത്താവേ, ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഫേസിൽ ഇടറിപ്പോകാൻ അനുവദിക്കരുത്. ജീവിതത്തിൻ്റെ അവസാനത്തെ ആ ഫേസ് ഉണ്ടല്ലോ, ഓട്ടക്കളത്തിലൊക്കെ ഓടുമ്പോൾ അതിൻ്റെ അവസാനത്തെ ആ ലാപ്പുണ്ടല്ലോ, അവിടെ തകർന്നു പോകാൻ ഇടയാകരുത്. ഐ വോണ്ട് ടു ഫിനിഷ് വെൽ. നന്നായി അവസാനിപ്പിക്കണം. അതിന് താഴ്മയുള്ള സ്വഭാവം ആയിട്ടില്ല കർത്താവേ. പിൻപിലുള്ളത് മറന്ന് സെറ്റിൽ ദ തിങ്സ് ദാറ്റ് ആർ ഇൻ ദ പാസ്റ്റ്. ദിസ് വൺ തിങ് ഐ ഡു. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവേശമാകട്ടെ. 4, മുമ്പിലുള്ളതിനായ ആഞ്ഞും കൊണ്ട്, നോട്ട് ജസ്റ്റ് ട്രൈയിങ് ബട്ട് പ്രസ്സിങ് ഓൺ. അങ്ങനെ ജീവിച്ചാൽ ദൈവം നമുക്ക് ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലം ഒരുക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗായക സംഘം ഇപ്പോഴൊരു പാട്ട് പാടും. ആ സമയത്ത് നമുക്ക് സ്തോത്ര കാഴ്ച ദൈവസന്നിധിയിൽ അർപ്പിക്കാം.